പിന്റോറോപ്പി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളുടെ ജീവിതത്തെ നരകമാക്കി മാറ്റിയ ആ സ്ത്രീക്ക് ഇനി എന്ത് സംഭവിക്കും, എന്തായിരിക്കും അവരുടെ ഭാവി എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യർ കടന്നു വരാറുണ്ട്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒക്കെ തകർക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ നിൽക്കുന്ന, ഏതെങ്കിലും ഒരു റോളിൽ നിൽക്കുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. അതെനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഇടുന്ന കമന്റുകളിലൂടെയും വാക്കുകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ദുഃഖങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവളെന്ന ഒരു മുഖം മൂടി അണിഞ്ഞ് നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ ആ വ്യക്തി ഇന്ന് എവിടെയാണ്? അവർക്ക് പ്രപഞ്ചം എന്തെങ്കിലും തിരിച്ചടി നൽകുന്നുണ്ടോ, അതോ അവർ ഇപ്പോഴും സന്തോഷത്തോടെ തന്നെയാണോ ജീവിക്കുന്നത് തുടങ്ങി നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിനോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ നമുക്ക് എന്റെ മനസ്സിൽ, എന്റെ ഇൻറ്റ്യൂഷനിലൂടെ എനിക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളെയും ഞാൻ ഓരോ കാർഡിലൂടെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാം. അപ്പൊ നമുക്ക് കൂടുതൽ സമയമൊന്നും കളയണ്ട. കാർഡ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നോക്കാം. ഏസ് ഓഫ് കപ്പ്. ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. എന്തുകൊണ്ടാണ് ആ കാർഡ് ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു വ്യക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വർത്തിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ കാർഡ് വന്നതെന്നാണ്. അത് ഒരു വൈരുദ്ധ്യാത്മകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താണ് ഈ സ്ത്രീയുടെ സ്വഭാവത്തെ കുറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചന? ഈ സ്ത്രീയുടെ ഉള്ളിൽ വികാരങ്ങളുടെ ഒരു സമുദ്രം, ഒരു മഹാസമുദ്രം തന്നെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് സ്നേഹമൊന്നുമല്ല, മറിച്ച് അതിരുകടന്ന സ്വാർത്ഥതയും അസൂയയും ഇമോഷണൽ മാനിപ്പുലേഷനുമാണ്. ഇവർ സ്വന്തം ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ളവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ മിടുക്കരാണ്. കണ്ണീരൊഴുക്കിക്കൊണ്ട് മറ്റുള്ളവരെ കയ്യിലെടുക്കാനും സങ്കടം അഭിനയിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അതുപോലെ ഭയങ്കര അസൂയയും അപകർഷതാബോധവുമുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. മറ്റുള്ളവർ സന്തോഷത്തിലായിരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ അസൂയയുടെ ഇവരുടെ ഉള്ളിലെ ഈ കപ്പ് നിറഞ്ഞു കവിഞ്ഞൊഴുകും. അസൂയയുടെ ഒരു അതിപ്രസരം. ആ സന്തോഷം എങ്ങനെ തകർക്കാം എന്ന് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത. അതുപോലെ അധികാരമോഹം ഭയങ്കരമായിട്ടുള്ള വ്യക്തിയാണ്. എല്ലാവരും തന്നെ മാത്രം സ്നേഹിക്കണം, തനിക്ക് മാത്രം പ്രാധാന്യം നൽകണം എന്ന ചിന്താഗതിക്കാരാണ് ഇവർ. സ്നേഹം അഭിനയിച്ച് ആളുകളെ വലയിൽ വീഴ്ത്താനായിട്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്, അതായത് ആളുകളെ പറ്റിക്കുന്ന സൂത്രത്തിൽ. യഥാർത്ഥ സ്നേഹമൊന്നും അല്ലാതെ സ്നേഹം നടിച്ച ആളുകളെ അവരുടെ വലയിൽ വീഴ്ത്തി അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു സമീപനം. പിന്നെ വേറൊരു ഏറ്റവും ഒരു കറുത്ത ഒരു വശം, ഒരു ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞാലേ ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസൂയയുടെ ഈ കപ്പ് അതിര് കടന്നൊഴുകുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവര് ഇമോഷണലി, ഇവരുടെ വികാരങ്ങളുടെ കപ്പ് അതിര് കടന്നൊഴുകുക എന്ന് പറഞ്ഞാൽ അതും നമുക്ക് തടയാൻ പറ്റില്ല. അതായത് അതും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇവർക്ക് സ്വന്തം ആഗ്രഹങ്ങളുടെ മേൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്നാണ് അർത്ഥം. ധാർമ്മികത ഇല്ലാത്ത ആഗ്രഹങ്ങളാണ് പലതും. ഒരു ബൗണ്ടറി ഇല്ലാത്ത, അതിരുകളില്ലാത്ത ദുരാഗ്രഹങ്ങൾ, അതുപോലെ ഒരു മോറൽ സൈഡൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക സുഖങ്ങളാണെങ്കിലും സന്തോഷങ്ങൾക്കാണെങ്കിലും വേണ്ടിയിട്ട്
കുടുംബ ബന്ധങ്ങളെയോ സമൂഹത്തിന്റെയോ വിലകളെ അല്ലെങ്കിൽ വിലക്കുകളെ ഇവർ വകവയ്ക്കാറില്ല. സമൂഹത്തെ ഒന്നും വകവയ്ക്കാറില്ല ഇവർ. അല്ലെങ്കിൽ ചില വിലക്കുകൾ ഉണ്ടല്ലോ, അദൃശ്യമായിട്ടാണെങ്കിലും. ആരുടെ കുടുംബത്തിലേക്കും അനാവശ്യമായി കയറി ചെല്ലാനും അവരുടെ ഇമോഷനെ അവഗണിക്കാനും ഇവർക്ക് നല്ല മിടുക്കാണ്. ഇതിൽ അവിഹിത ബന്ധങ്ങൾ, അതുപോലെ രഹസ്യ ബന്ധങ്ങൾ എന്നിവയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തനിക്കിഷ്ടമുള്ളത് നേടിയെടുക്കാൻ ഏത് അതിർവരമ്പുകളും ലംഘിക്കാൻ ഇവർ മടിക്കില്ല എന്ന് ചുരുക്കം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീ ആവണമെന്നില്ല, അല്ലെങ്കിൽ ആരും ആകാം. നിങ്ങളുമായി ഏത് തരത്തിലും ഒരു കണക്ഷനുള്ള വ്യക്തിയാകാം. ബ്ലഡ് റിലേഷൻ ആകാം, ഇൻലോസ് ആകാം, അതല്ലാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളോ പരിചയക്കാരോ കൊളീഗ്സോ ആരും ആവാം. നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാകാം, ജീവിതത്തിലുള്ള വ്യക്തിയാകാം. ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ എനർജീസ് ഇതിൽ വരും. എല്ലാം കൂടി ഒരു വ്യക്തിയിൽ നമ്മൾ കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ എനർജീസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് ഞാനിവിടെ പറയുകയാണ്. അപ്പോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം, അതിലേക്ക് മാത്രം കണക്ട് ആവുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ വ്യക്തി. അതുപോലെ ബന്ധങ്ങളിലെ വിശ്വാസ്യത ഇല്ലായ്മ. ഒരു വിശ്വസ്തരല്ലാത്ത ആളുകളാണ് ഇവർ. ഒരു വ്യക്തിയോടും അല്ലെങ്കിൽ ഒരു ബന്ധത്തോടും ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല. അത് ആരും ആയിക്കോട്ടെ, ഇവരുടെ തന്നെ സ്വന്തക്കാരായിക്കോട്ടെ, ഭർത്താവോ മക്കളോ, അല്ലെങ്കിൽ ഇവരുടേതെന്ന് ഇവർ പറഞ്ഞു കാണിക്കുന്ന, ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ പോലും അവരോട് പോലും ഇവർക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല എന്നുള്ളതാണ്. വിശ്വസ്തരല്ല ഇവർ. താൽക്കാലികമായ ലാഭങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ഇവർ ബന്ധങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പുറമെയൊക്കെ വളരെ ശാന്തതയും സ്നേഹവും അഭിനയിക്കുമെങ്കിലും ഇവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഉള്ളറ എന്ന് പറയുന്നത് ആരും അറിയാത്തൊരു രഹസ്യ ജീവിതം ഇവർ നയിക്കുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുന്നതിൽ ഇവർക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ല. അങ്ങനെ തോന്നുന്ന വ്യക്തിയല്ല ഇത്. സ്വന്തം ഇമോഷണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്വഭാവമാണ് ഇവരുടേത്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതൊക്കെ യൂണിവേഴ്സ് പിന്നീട് പറയും. എന്നാൽ പോലും ഞാനൊന്ന് പറയുകയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇങ്ങനെ ധാർമ്മിക മൂല്യമില്ലാത്ത, അവനവന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ഒരു നിയമവും പാലിക്കാത്ത, എല്ലാം ലംഘിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ അത്ര പ്രാധാന്യത്തോടുകൂടി ഇനി നിങ്ങളുടെ ലൈഫിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. ശത്രുവാണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. അത്രയും മോശമായ ഒരു വ്യക്തിയാണ്. അവരിൽ നിന്ന് എന്ത് നീതിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു നീതി ഇല്ല അവരെ സംബന്ധിച്ച്. അവർ അവരുടെ ഒരു എനർജിയാണ്, അവരുടെ ക്യാരക്ടറാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. അവർക്ക് അവരുടെ സ്വഭാവം അങ്ങനെയാണെന്നേ. അവരിനി അവരുടെ സ്വന്തക്കാരോട് പോലും അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അവർ. ഇത്രയും മോശം ക്യാരക്ടർ ആണെന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, മറ്റുള്ളവർക്ക് മുന്നിൽ അവർ കെട്ടിപ്പടുത്തിരിക്കുന്ന അവരുടെ ഇമേജ് എങ്ങനെയുള്ളതാണ്? നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ആണോ അവർ? ആ വ്യക്തി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് എങ്ങനെയുള്ളതാണ്? 7 of Cups. നമ്മുടെ ചോദ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാർഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ 7 of Cups എന്ന കാർഡ് അല്ലാതെ എനിക്ക് തോന്നുന്നു വേറൊരു കാർഡല്ല ഇത് വിശദീകരിക്കാനായിട്ട്. ഈ കാർഡിന്റെ പ്രധാന അർത്ഥം തന്നെ ഭ്രമം, ഇല്യൂഷൻ, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ, കബളിപ്പിക്കൽ, പലവിധ മുഖങ്ങൾ എന്നിവയാണ്. ആ സ്ത്രീ മറ്റുള്ളവർക്ക് മുന്നിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഇമേജ് വ്യാജമായിട്ടുള്ള ഇമേജാണ്. അല്ലെങ്കിൽ ഒരു മായക്കാഴ്ച. സമൂഹത്തിന് മുന്നിൽ ഇവർ ഒരു മിഥ്യാധാരണ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ആരാണോ, എങ്ങനെയുള്ള വ്യക്തിയാണോ, അതിന് നേർ വിപരീതമായ ഒരു രൂപമാണ് മറ്റുള്ളവർക്ക് മുന്നിൽ ഇവർ കാണിക്കുന്നത്. പല ഭാവങ്ങളുള്ള ഒരു സ്ത്രീ, അതായത് ഈ കാർഡിൽ ഈ മേഘങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സമ്മാനങ്ങൾ അടങ്ങിയ 7 കപ്പുകൾ കാണാം. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയും. ഓരോരുത്തരുടെ മുന്നിൽ ഓരോ മുഖമാണ് ഇവർക്ക്. ചിലരുടെ മുന്നിൽ
ഇവർ വലിയ ദൈവഭയമുള്ളവളായിരിക്കും. ചിലരുടെ മുന്നിൽ അങ്ങേയറ്റം പാവവും സങ്കടങ്ങൾ അഭിനയിക്കുന്നവളുമായിരിക്കും. വേറെ ചിലർക്ക് മുന്നിൽ വലിയ പരോപകാരിയായിരിക്കും. അങ്ങനെ പല 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 റോൾസ്. അതൊന്നും തന്നെ ഇവരുടെ അല്ല. അതുപോലെ വ്യാജമായ ആഡംബരവും പത്രാസും ഉള്ള വ്യക്തിയാണിവർ. തങ്ങൾക്കില്ലാത്ത പണവും പദവിയും സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. വളരെ ആഡംബരമുള്ള സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ് എന്റേത് എന്ന് മറ്റുള്ളവരെ കാണിക്കുക. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിലോ ഒക്കെ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഉടുത്തൊരുങ്ങി ഇങ്ങനെ നടക്കുക, അങ്ങനെയൊക്കെ ആളുകളുടെ മുന്നിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആഡംബരം ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ ഇവരുടെ ഉള്ളിൽ കടുത്ത നിരാശയും അസൂയയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ കാണിക്കുന്നതൊന്നും സത്യമല്ല. അതുപോലെ നല്ലവൾ എന്നുള്ള ഒരു അഭിനയമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും ചെയ്യും. അവരെ സഹായിക്കാൻ എന്ന വ്യാജേന അവരുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുകയും ചെയ്യും. ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവളാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്, എല്ലാവരുടെയും നന്മയാണ് എന്റെ ഉദ്ദേശം എന്നൊക്കെ തരത്തിലുള്ള വലിയ ഒരു ഇമേജ് ഇവർ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാട്ടുകാർ വിചാരിക്കുന്നത് ഇവർ അങ്ങേയറ്റം മാന്യയും പാവവുമാണെന്നാണ്. എന്നാൽ ഈ മുഖം മൂടിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയാണ്. ഇവരെ അറിയില്ല ആളുകൾക്ക്. എന്തൊരു സ്ത്രീയാണ് ഇവരുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ അവസ്ഥ. പിന്നെ അവർക്കറിയില്ല ഇവരിങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ആളാണെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ തന്നെ നിങ്ങളെ ആയിരിക്കും മിക്കവാറും ആളുകൾ തെറ്റിദ്ധരിക്കുക. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവർ എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് അവർ ദ്രോഹിക്കുന്ന രീതികൾ എന്തൊക്കെയായിരുന്നു? അവർ നിങ്ങളെ ദ്രോഹിക്കുന്ന രീതികൾ. 2 കാർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്. ഇവിടെ ഈ 2 കാർഡ് ഒരുമിച്ച് വന്നിരിക്കുന്നതേ അവര് എന്ത് തരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന, അവരുടെ ഒരു കുതന്ത്രങ്ങൾ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള എനർജീസ് ആണ് ഈ കാർഡുകൾ നൽകുന്നത്. ഈ പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു രീതി, അവരെങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികളെയാണ് പറയുന്നത്. സ്ട്രെങ്ത് എന്ന കാർഡ് അതിന്റെ നെഗറ്റീവ് വശങ്ങളെ, അവരുടെ ഷാഡോ വശങ്ങളെ, അവർ അത് പ്രയോഗിച്ച അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു സ്പൈയിങ് അല്ലെങ്കിൽ ഗോസിപ്പ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത് ഇവർ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. അത് ഇനി കൂടെ ജീവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നേരിട്ട് അടുത്ത് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ രഹസ്യങ്ങൾ ഇവർ എപ്പോഴും ചോർത്തിയെടുത്തുകൊണ്ടിരുന്നു. നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു, സ്പൈ വർക്ക് നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ഗോസിപ്പുകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി കള്ളപ്രചരണങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ട് ഇവര്. വിവരങ്ങളൊക്കെ വളച്ചൊടിച്ച് മറ്റുള്ളവർക്കിടയിൽ കള്ളപ്രചരണങ്ങൾ നടത്തുക, നിങ്ങളുടെ പേര് ചീത്തയാക്കുക എന്നൊക്കെയാണ് ഇവര് എപ്പോഴും, അതിനൊക്കെ വേണ്ടിയാണ് ഇവര് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വാക്കുകൾ കൊണ്ടുള്ള കൊത്തി നോവിക്കലാണ് സഹിക്കാനാവാത്തത്. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് തകർക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. മുഖത്തു നോക്കി സംസാരിക്കാതെ പുറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. ഒരു ചെറിയ പ്രശ്നത്തെ പോലും വലിയൊരു വഴക്കാക്കി മാറ്റാൻ ഇവരുടെ ഒരൊറ്റ വാക്ക് മതി. അതാണ് അവരുടെ പണി. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇവർ അത്തരം വാക്കുകൾ ആയുധമാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് ഇവർ നിങ്ങളെ മാനസികമായി അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട്. നിങ്ങളെ എപ്പോഴും ഒരു കുറ്റബോധത്തിലേക്ക് തള്ളിവിടുക, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന ഒരു ഗിൽറ്റ് ട്രിപ്പ്, അതാണ് ഇവരുടെ മെയിൻ ഒരു തന്ത്രം. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു ഇവരുടെ രീതി. അവർ പറയുന്നത് പോലെ മാത്രം മറ്റുള്ളവർ ജീവിക്കണമെന്ന ശാഠ്യം ഇവർക്കുണ്ടായിരുന്നു.
ഒരു അധികാര പ്രയോഗം കാണിക്കുന്ന വ്യക്തി. തങ്ങൾക്കാണ് മറ്റുള്ളവരെക്കാൾ ശക്തിയെന്നും അല്ലെങ്കിൽ സ്വാധീനമെന്നും കാണിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഗാംഭീര്യം ഉണ്ടാവാം, കഴിവുകൾ ഉണ്ടാകാം, അതുകൊണ്ട് അതിനു മുകളിൽ ഇവർ കയറി പെരുമാറുന്ന രീതിയിലേക്ക് നിങ്ങളെക്കാളും വലിയ ആള് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. യാദൃശ്ചികമായിട്ടല്ല ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ സംഭവിച്ചത് യാദൃശ്ചികമായിട്ടല്ല, മനഃപൂർവ്വമായിട്ട് അവരങ്ങനെ ചിന്തിച്ചത് കൊണ്ടൊന്നുമല്ല, അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത ഒരു ക്രൂരമായ ഒരു മൈൻഡ് ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഇങ്ങനെ ഒരു മൈൻഡ് ഗെയിം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരനുഭവിച്ച ഒരു വികാരം ഇപ്പൊ എന്തായിരുന്നു? അവരുടെ മനസ്സിലെ ഭാവം എന്തായിരുന്നു? നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്തിരുന്നത്? അവർക്ക് വല്ല കുറ്റബോധം ഉണ്ടായിരുന്നു? എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഡെത്ത്. എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കാർഡുകൾ, ഈ കോമ്പിനേഷൻ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്ന് പോലും അറിയില്ല. അത്രയും ക്രൂരമായ ഒരു ഭാവമാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ദ്രോഹിക്കുന്നത് ഒരു ജോലി പോലെ ആസ്വദിച്ചു എന്നുള്ളതാണ്. ഒരാൾ ഇരുന്ന് വളരെ ശ്രദ്ധയോടെ നാണയങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നത് നമുക്കിതിൽ കാണാം, അല്ലെ? അതുപോലെ നിങ്ങളെ എങ്ങനെ തകർക്കണം, നിങ്ങളുടെ കുടുംബം എങ്ങനെ തകർക്കണം എന്നിവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നത് ഇവർക്കൊരു ഫുൾ ടൈം ജോലി പോലെയായിരുന്നു. അതിലവർ മുഴുകിയിരുന്നു എന്ന് പറയാം. നിങ്ങളെ ഓരോ തവണ വിഷമിപ്പിക്കുമ്പോഴും ഒരു ശില്പി താൻ വിചാരിച്ച രൂപം കൊത്തിയെടുത്തതുപോലെയുള്ള കടുത്ത അഹങ്കാരവും സംതൃപ്തിയുമാണ് ആ സ്ത്രീ അനുഭവിച്ചത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു മരണം തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാം. നിങ്ങളുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും മരണം, വേണ്ടപ്പെട്ട ആളുകളുടെ മരണം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു മരണം, നിങ്ങളുടെ സമാധാനത്തിന്റെ മരണം. എന്തായാലും ആ ഒരു ഡെത്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ തകർച്ച കണ്ട് അല്ലെങ്കിൽ ഒരു മരണം കണ്ട് അവർ ആനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സമാധാനത്തിന്റെയോ കരിയറിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളുടെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ ആരുടെയൊക്കെയോ അന്ത്യം കാണാൻ ആ സ്ത്രീ ആഗ്രഹിച്ചു. നിങ്ങൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല, നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകില്ല, നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നിലംപൊത്തി എന്ന് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു അഹങ്കാരമാണ് ഉണ്ടായത്. ഒരു അഹങ്കാരത്തിന്റെ കൊടുമുടി പോലെ. ഞാൻ വിചാരിച്ചാൽ ആരെയും തകർക്കാം, അവരുടെ ജീവിതവും എനിക്കില്ലാതാക്കാം എന്നൊരു അഹങ്കാരം ആ സ്ത്രീക്കുണ്ടായിരുന്നു. നിങ്ങൾ കണ്ണീരൊഴുക്കി വീഴുമ്പോൾ, കരയുമ്പോൾ, ഞാനിത് ഈ റീഡിങ് തുടർന്ന് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു വല്ലാത്ത സംശയം തോന്നിപ്പോകും. നമ്മൾ ഇത്രയും നെഗറ്റീവ് ഒരു എനർജിയെ കൈകാര്യം ചെയ്യുന്ന ഒരു റീഡിങ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. ഞാൻ പക്ഷേ ഈ ടോപ്പിക് എടുത്തത് ഇങ്ങനെ ഈ വ്യക്തിയുടെ ഒരു ഊർജത്തെ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിങ്ങളെ ഒന്ന് റിലീസ് ചെയ്യിപ്പിച്ച് വിട്ട് നിങ്ങളെ ഒന്ന് റിലാക്സ്ഡ് ആക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് തന്നെ താങ്ങാനാവാത്ത വിധത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കരയുമ്പോൾ അത് ഒരു വിജയമായി കണ്ട് നിങ്ങളെക്കാൾ മുകളിലാണ് അവർ എന്ന ഭാവത്തിൽ, അവരാണ് ഏറ്റവും വലിയ ഒരാള്, അതോറിറ്റി എന്ന ഭാവത്തിലാണ് അവർ ജീവിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളെ മാനസികമായി അവർ കൊന്നുകളഞ്ഞു എന്നൊരു ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. എന്തൊരു ക്രൂരതയായിരുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെയോ ഒരു ശത്രുവായി, ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫാക്ടറായി തുടർന്ന് പോകുന്നുണ്ടോ? ഇപ്പോഴും അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടോ? ലവേഴ്സ്, അതെന്താണ് അവർക്കൊരു മാറ്റം വന്നതാണോ? നമ്മുടെ ലവേഴ്സ് കാർഡ് സ്നേഹബന്ധത്തെയും ചോയ്സിനെയൊക്കെയാണ് കണക്കാക്കുന്നത്. എങ്കിലും ഇവരുടെ കാര്യത്തിൽ ഈ എനർജി വരുമ്പോഴേ ഇതിനൊരു ഡീപ്പായിട്ടുള്ള മറ്റൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. സാധാരണ പ്രണയത്തിന്റെയും ബന്ധങ്ങളുടെയൊക്കെ കാർഡാണ്.
അതൊരു പോസിറ്റീവ് സൈൻ ആണ്. പക്ഷെ ഇതിവിടെ ഇവരുടെ ശത്രുതയെ പറ്റി, ഒരു ശത്രുവിനെ കുറിച്ചുള്ള ചോദ്യമാണല്ലോ ഇത്. അപ്പൊ അതിൽ വരുമ്പോൾ ഇവർ ശത്രുവാണ്. നിങ്ങൾ ഇവരെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ വലിയൊരു ശത്രുവാണ്. ഇത് കാണിക്കുന്നത് തിരഞ്ഞെടുപ്പുകളെയും അവരുടെ ഉള്ളിലെ കടുത്ത അസൂയയുമാണ്. ആ സ്ത്രീ നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ബന്ധങ്ങളെ, അത് നിങ്ങളുടെ പങ്കാളിയാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധമാകാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളാകാം, ഇത് തകർക്കാൻ ഇവർ ഇപ്പോഴും അണിയറയിൽ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളവരെ, നിങ്ങളുടെ ഒരു നിങ്ങളുടെ ലവറെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരെ അവരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെപ്പോഴും നോക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് അവരുടെ മുന്നിലുണ്ട്, ഒരു ചോയ്സ്, ഒരു ഡൈലമയിലാണ് ഈ സ്ത്രീ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളെ ഇനിയും ദ്രോഹിക്കണോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോകണോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോ അവരുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളെ ദ്രോഹിക്കാൻ നോക്കുമ്പോഴൊക്കെ അവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടോ യൂണിവേഴ്സ് കൊടുക്കുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നേരിട്ടുള്ള സ്വാധീനം കുറയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭീഷണി അല്ല എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളെ അവർക്ക് തൊടാൻ കഴിയാത്ത വിധം ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഇപ്പോഴും അവരുടെ ഉള്ളിൽ അസൂയ വല്ലാതെ നിറഞ്ഞു കവിയുന്നുണ്ട്. നിങ്ങൾ ആരുമായി സ്നേഹത്തിലാണ്, ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്നൊക്കെ ദൂരെ നിന്ന് നോക്കി അസൂയപ്പെടാൻ മാത്രമേ ഇവർക്കിപ്പോൾ കഴിയൂ. അവരുടെ ആ പഴയ പവർ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അവർ ഒരു നിഴൽ ശത്രുവായി ഒതുങ്ങിയിരിക്കുകയാണ്. ആ സ്ത്രീയുടെ യഥാർത്ഥ മുഖം മൂടി സമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് തുറന്നു കാട്ടപ്പെടാൻ പോകുന്നത്? ഫൂൾ കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരുടെ കള്ളങ്ങൾ, ഈ കള്ളത്തരങ്ങൾ ഇതെങ്ങനെ പുറത്താകും എന്ന് നമുക്ക് നോക്കാം. വാവ്, നമുക്ക് ആ സ്ത്രീയുടെ മുഖം മൂടി എങ്ങനെ അഴിയുമെന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്, ദ ഫൂൾ കാർഡ്, ഇതുവരെ ഉണ്ടായ എല്ലാ വിഷമങ്ങളെയും തീർക്കുന്നതായിരിക്കും. അതായത് പ്രപഞ്ചത്തിന്റെ അതിമനോഹരമായ ഒരു പ്ലാനിങ്ങിനെയാണ് ഈ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ടാരോയിലെ 1ാമത്തെ കാർഡാണ്. ഇത് പുതിയ തുടക്കങ്ങളെയും ഒപ്പം യാതൊരു മുൻകരുതലുമില്ലാത്ത അവിവേകമായ പെരുമാറ്റത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഫൂളിഷ്നെസ്, കെയർലെസ്നെസ് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു കീവേഡ്സ് ആയിട്ട് ഇതിനെപ്പറ്റി ചെറുതായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ് അതിനെങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ സ്ത്രീയുടെ ആ വ്യാജം മുഖം മൂടി സമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് അഴിയാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് ഫൂൾ കാർഡ് പറയുന്നുണ്ട്. ഈ കാർഡ് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം സ്വന്തം അഹങ്കാരം കൊണ്ട് തന്നെ അവർ കുഴിയിൽ ചാടും എന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പ്. അത് വേണമല്ലോ അവർക്ക്. ഈ ഫുൾ കാർഡിൽ ഒരാൾ മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. താഴെ വലിയൊരു കുഴിയുണ്ടെന്ന് ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി നടക്കുന്നത് കാണാം. എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു ഭാവമല്ലേ അത്. അതായത് ഈ സ്ത്രീയുടെ മുഖം മൂടി അഴിക്കാൻ നിങ്ങൾ പോയി കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് ചുരുക്കം. അവരുടെ അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവും കാരണം അവർ തന്നെ വലിയൊരു കുഴിയിൽ വീഴും, വലിയൊരു അബദ്ധം കാണിക്കും. അവരെന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും ആരും ചോദിക്കില്ല എന്നൊരു അഹങ്കാരത്തിൽ അവർ ചെയ്യുന്ന ഒരു മണ്ടത്തരം വഴി അവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും നാൾ വളരെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്ത് ദ്രോഹിച്ച ഈ സ്ത്രീക്ക് വരും ദിവസങ്ങളിൽ ആ ബുദ്ധി നഷ്ടപ്പെടും. ചിന്തിക്കാതെയുള്ള പെരുമാറ്റം കൊണ്ട് അവർ സമൂഹത്തിന് മുന്നിൽ ആരുടെ മുന്നിലാണോ നിങ്ങളെ ദ്രോഹിച്ചത്, നിങ്ങളുടെ ലവേഴ്സ് എനർജി ഇവിടെ കണ്ടു, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നിങ്ങളെ ദ്രോഹിച്ചു, അവരുമായി നിങ്ങൾ സഹകരിച്ചു പോകുന്നതിന്, സ്നേഹിച്ച് ജീവിക്കുന്നതിന് വിള്ളലുണ്ടാക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ, ആരുടെയൊക്കെ മുന്നിൽ നിങ്ങളെ പറ്റി അപവാദം പറഞ്ഞോ, നിങ്ങളെ മോശക്കാരാക്കിയോ അല്ലെങ്കിൽ മോശക്കാരാക്കി കൊണ്ട് അമിതമായി ഒരു സൈക്കോപാത്തിനെ പോലെ അവർ സന്തോഷിച്ചോ, ആ ആളുകളുടെ എല്ലാവരുടെയും മുന്നിൽ ഇവരുടെ വ്യക്തിത്വം, ഇവരുടെ പെരുമാറ്റം തുറന്നു കാട്ടപ്പെടും.
ഒട്ടും ചിന്തിക്കാതെ അവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ചില വാക്കുകൾ വലിയൊരു ചതിയുടെ ചുരുളഴിക്കും. അവർ ആർക്കൊക്കെയോ എതിരെ കെട്ടി ഉയർത്തിയിട്ടുള്ള കള്ളക്കഥകൾ അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തും. അത് നിങ്ങൾക്കെതിരെ മാത്രമാവണമെന്നില്ല കേട്ടോ. ഇത് ഒരാളെ മാത്രം ചതിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. ഒരാളോട് ഒരു വ്യക്തിവിരോധം തോന്നിയിട്ട് കാണിക്കുന്ന ആളൊന്നും അല്ല. ഈ ആള് വേറെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരെ വിഡ്ഢികളാക്കി ജീവിച്ച ഈ സ്ത്രീ ഒടുവിൽ സമൂഹത്തിന് മുന്നിൽ വലിയൊരു കോമാളിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഇവരെ വിശ്വസിച്ചിരുന്ന സ്ഥാനത്ത് ഇവൾ ഇത്രയും വലിയൊരു മോശം വ്യക്തിയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരും. യൂണിവേഴ്സ് അവരെ കൊണ്ട് തന്നെ അവരുടെ മുഖം മൂടി വലിച്ചു കീറിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ടവർ മൊമെന്റ് അവര് നേരിടാൻ പോവുകയാണ്. അവരവർ ചെയ്യുന്ന കാര്യത്തിന് എന്തായാലും ഒരു തിരിച്ചടി അത് ഉറപ്പാണ്. ഈ സ്ത്രീ സമൂഹത്തിന് മുന്നിൽ കെട്ടിപ്പടുത്ത ആ വ്യാജ ഇമേജും അവരുടെ അഹങ്കാരവും അവരുടെ കുബുദ്ധിയും അതൊന്നും ഇനി അധിക നാൾ മുന്നോട്ട് പോവില്ല. അവർ ചെയ്യുന്ന സ്വന്തം അബദ്ധങ്ങൾ കൊണ്ട് തന്നെ അവരുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടുന്ന ഒരു സമയം എന്തായാലും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനി അവരുടെ ദ്രോഹങ്ങൾ മൂലം നിങ്ങൾ ഒഴുക്കിയ കണ്ണീരോർത്ത് ഇനി വിഷമിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ഒരു കർമ്മഫലമായിരുന്നു എന്ന് ചിന്തിക്കുക. അവർക്കെതിരെ പ്രതികാരം ചെയ്യാനോ അവരെ ശപിക്കാനോ പോയി നിങ്ങളുടെ പോസിറ്റീവ് എനർജി കളയാൻ നിൽക്കരുത്. ഇനി അത് അവസാനിപ്പിച്ചോളൂ. പ്രപഞ്ചം എല്ലാം കാണുന്നുണ്ട്. അതിനുള്ള കണക്കുകൾ അവിടെ എഴുതപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ അദൃശ്യ ശക്തി നിങ്ങളെ തുണയ്ക്കുന്നുണ്ട്. അവിടെ കണക്കുകൾ എഴുതപ്പെടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സന്തോഷമായിട്ട് മാത്രം ഇരുന്നാൽ മതി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഈ വീഡിയോ അടുത്ത ഭാഗമായിട്ട് ഇനി തുടർന്ന് ഇവരെ പറ്റി അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, തുടർന്ന് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ അടുത്ത ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം വീഡിയോന്റെ ലെങ്ത് ഒരുപാടായാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടാതെ പോകുമെന്നുള്ളതുകൊണ്ടാണ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇവരെ പറ്റി എന്ത് തിരിച്ചടിയാണ് യൂണിവേഴ്സ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും, നിങ്ങളെ തകർത്തത് കൊണ്ടോ നിങ്ങൾ ഉപദ്രവിച്ചത് കൊണ്ടോ ആണോ ആ ശിക്ഷ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന് പിന്നിൽ വേറെന്തെങ്കിലും കാരണമുണ്ടോ, എങ്ങനെയായിരിക്കും അത് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് അടുത്ത ഭാഗമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തായാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഡ്വൈസ് വ്യക്തമാണ്. നിങ്ങൾ എന്തായാലും അവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇനി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കേണ്ടതില്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ലോക്കാക്കി വെക്കുക. നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താതിരിക്കുക. സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ വ്യക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. അതിന് പരിഹാരങ്ങൾ യൂണിവേഴ്സ് തരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനും മറക്കരുത്. ആ ഒരു കാര്യം കൂടി, ഇതിന്റെ 2ാം ഭാഗം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും അതുപോലെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനും വരാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ടിക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരില്ല, നിങ്ങൾ അറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും നിർദ്ദേശിച്ചുകൊണ്ട് നമ്മളോട് ചേർന്ന് തന്നെ നിൽക്കണം എന്നാണ് പറയാനുള്ളത്. ചാനലിലെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ബൈ.